ലാലേട്ടന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് ഇന്ന് കണ്ടസ്റ്റൻസ് അടികൂടും. പക്ഷേ തമ്മി തല്ലിക്കുന്ന ആരാണെന്നറിയാമോ? ലാലേട്ടൻ. ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന വീക്കെൻഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ബാക്കി നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ പറയാം. അതിനകത്ത് ലാലേട്ടൻ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഹാർഡ് വർക്കിലൂടെ ഇത്രയും ദിവസം ഇവിടെ ബിഗ് ബോസിൽ എത്തിച്ചേർന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ ലക്കിലൂടെ വന്ന ആൾക്കാരുണ്ടോ? അപ്പോൾ അഭിഷേക് പറയാണ് ഹാർഡ് വർക്കിലൂടെ ഇവിടെ വന്നത് ജിൻഡോ ചേട്ടനാണ്. അപ്പോൾ അൻസിബ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് പലതും പറഞ്ഞിട്ട് ഫയർ ആക്കാനാണെങ്കിലും ഫയർ ഊതിക്കെടുത്താനാണെങ്കിലും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സിജോ അൻസിബയുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ അപ്പം തന്നെ ഇങ്ങനെ അങ്ങ് കാണിക്കും. അപ്പോൾ സായി ജാസ്മിൻ്റെ ഗെയിം ആയിരിക്കും, ഗ്രാഫ് ആയിരിക്കും കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നോറ എനിക്ക് ലക്ക് ഫാക്ടറായിട്ട് ഇവിടെ തോന്നിയിട്ടുള്ളത് ജിൻഡോ ചേട്ടനാണ്. ഇവിടെ പലപ്പോഴും എത്തിക്സ് ഇല്ലാതെ ചെയ്തിട്ടും പിന്നെ എങ്ങനെയൊക്കെയോ ഈ ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എങ്ങനെയൊക്കെയോ ലക്ക് കൊണ്ട് മാത്രം. അപ്പം ജിൻഡോ ഭയങ്കര ഫേക്കാണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അത്രയ്ക്കും ലക്കിൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇവിടെ ആ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് നോറയാണ് എന്ന് പറയുകയാണ്. ലാലേട്ടൻ ഹാർഡ് വർക്കും ലക്കിലും എത്തിയ ആൾക്കാരുടെ പേര് പറയുന്നു, കൂട്ടയടി നടക്കുന്നു. ഇനി ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, ഇന്ന് വീക്കെൻഡിൽ നടക്കാൻ പോകുന്നുവെന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ആദ്യം എനിക്ക് കുറേ മിക്സ്ചറായിട്ടാണ് കിട്ടിയത്, കുറേ മിക്സ്ചറായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ലെവലിൽ എടുക്കണം. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അൻസിബ മോട്ടിവേറ്റ് ചെയ്തിട്ടാണോ ജിൻഡോ പോയി ചോദിച്ചത്? എന്ത് ടോപ്പിക്കാണെന്ന് അറിയത്തില്ല. അൻസിബ മോട്ടിവേറ്റ് ചെയ്തിട്ടാണോ ജിൻഡോ പോയി ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജിൻഡോയോട് ജാസ്മിൻ പറഞ്ഞത് അൻസിബയെ ജാസ്മിന് പേടിയാണ്, അതുകൊണ്ട് ജാസ്മിൻ അൻസിബയോട് സംസാരിക്കില്ല, അല്ലെങ്കിൽ അൻസിബ ജാസ്മിനോട് സംസാരിക്കില്ല, അങ്ങനെയാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആ സംഭവം. അപ്പോൾ ജാസ്മിൻ അങ്ങനെ അല്ല പറഞ്ഞത്, അൻസിബ എന്താ പറയുക, എന്തെങ്കിലും പറയാൻ പോകുമ്പോഴത്തേക്കും ചെവിയും പൊത്തി അവിടെ നിന്ന് പോകും എന്ന് പറയുന്ന കാര്യം ജാസ്മിൻ ക്ലിയർ ആക്കുന്നു. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുകയാണ് ജിൻഡോ ഫയർ കൊടുത്തത് കൊണ്ടാണോ ജാസ്മിൻ സിജോയോട് കത്തിക്കയറിയത്? ജിൻഡോ ഫയർ ചെയ്ത് വിട്ടിട്ടാണോ ജാസ്മിൻ സിജോയോട് കത്തിക്കയറിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സിജോ ഇത് കുത്തിത്തിരിപ്പാണ് എന്നാണ് പറയുന്നത്, ഇത് കുത്തിത്തിരിപ്പാണെന്ന് പറയുന്നു. അപ്പം നോറ പിന്നീട് പറയുന്നുണ്ട് ജിൻഡോ എന്നെക്കുറിച്ച് പറഞ്ഞു ഞാൻ ചായയിൽ പെയിൻറ്റ് കലക്കി കൊടുത്തിട്ട് പുള്ളിക്കാരന് വയറുവേദന ആയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ ടോപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് വെയിൽ കാരണം പുറത്ത് പെയിൻറ്റ് ഇളക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ പെയിൻറ്റ് കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്നൊക്കെ. എനിക്കിത് കേട്ടപ്പോൾ മറ്റേ പണ്ടത്തെ ഈച്ച കേസ് ഉണ്ടല്ലോ, ലക്ഷ്മിപ്രിയ, അയ്യോ എൻ്റെ ചായയിൽ ഈച്ച, അയ്യോ എൻ്റെ ചായയിൽ ഈച്ച, ആ സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ആദ്യം ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ അൻസിബ ഉള്ളപ്പോൾ തന്നെയാണ് കർട്ടൻ റൈസർ നടത്തുന്നത്. അൻസിബ ഉള്ളപ്പോൾ തന്നെ, അത് ടാസ്ക് 1 ആണ്. അതിനകത്ത് ജാസ്മിൻ ജയിക്കുന്നുണ്ട്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അതിനുശേഷമാണ് അൻസിബയുടെയും ഋഷിയുടെയും എവിക്ഷൻ, അൻസിബ എവിക്റ്റ് ആവുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി കഴിഞ്ഞാൽ ലൈവിൽ നമുക്ക് കണ്ണെടുക്കാൻ പറ്റത്തില്ല. കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് അറിഞ്ഞത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ വന്ന് അറിയിക്കാം. ലാലേട്ടനാണ് ഇന്ന് തുടക്കമിട്ട് കൊടുക്കുന്നത് ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ. കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് കുത്തിത്തിരിച്ച് ലാലേട്ടൻ വിട്ടു കൊടുക്കുന്നുണ്ട്. കണ്ടസ്റ്റൻസ് ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ കിടന്ന് വഴക്ക് കൊടുക്കുന്നുണ്ട്. പ്രമോയ്ക്കകത്ത് നിങ്ങൾ തന്നെ കണ്ടാണല്ലോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളും അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.